സർക്കാരിനെതിരെ വനംവകുപ്പ് ജീവനക്കാർ വന്യമൃഗ മനുഷ്യ സംഘർഷങ്ങൾ കൂടുന്നതിന് കാരണം വനംവകുപ്പ് എന്ന പ്രചാരണം വ്യാപകമായി നടക്കുന്നുവെന്ന് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് സംഘ് സംസ്ഥാന പ്രസിഡന്റ് BS ഭദ്രകുമാർ പറഞ്ഞു. വനംവകുപ്പിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ RRTകളുടെ പ്രവർത്തനത്തെ അടക്കം കാര്യമായി ബാധിക്കുന്നുവെന്നും BS ഭദ്രകുമാർ 24നോട് പറഞ്ഞു. നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇപ്പോൾ ഉണ്ടാകുന്ന ഈ കാരണങ്ങൾക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് കാരണമെന്നുള്ളതാണ് ജനങ്ങൾ പറയുന്നത്. എന്താണ് നിങ്ങൾ നേരിടുന്ന വെല്ലുവിളി പ്രതിസന്ധി? ഇത് 1-2 വർഷം കൊണ്ടോ 4-5 വർഷം കൊണ്ടോ രൂപപ്പെട്ട് വന്ന ഒന്നല്ല. ഒരു 10-15 വർഷത്തിനിടയിൽ ഉണ്ടായ പരിണാമത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു വന്യജീവി ഒരു സംഘർഷം എന്നുള്ള തരത്തിലേക്ക് മാറിയതെന്നാണ് കേരളത്തിലെ വനസംരക്ഷണ വിഭാഗം ജീവനക്കാർ കരുതുന്നത്. ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത്തരം വിഷയം ഉണ്ടാകുമ്പോൾ വനംവകുപ്പിനെ കുറ്റപ്പെടുത്തുന്നൊരു പ്രവണത കൂടി വരുന്നുണ്ട്. പക്ഷേ വനംവകുപ്പിന് നിലവിലുള്ള പരിമിതികൾ ആരും തന്നെ മനസ്സിലാക്കുന്നില്ല. ഇന്ന് കേരളത്തിലെ 28 ദ്രുതകർമ്മസേനകൾ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് വനംവകുപ്പിൽ പ്രവർത്തിക്കും. ആവശ്യമായിട്ടുള്ള ജീവനക്കാരോ അടിയന്തരമായിട്ട് വേണ്ട ആധുനികമായിട്ടുള്ള സൗകര്യങ്ങളോ ഒന്നും തന്നെ ഏർപ്പെടുത്താതെയാണ് ഈ ദ്രുതകർമ്മസേനകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. നമ്മൾ പരിശോധിച്ചാൽ സാമ്പത്തികം ഒരു ഘടകം തന്നെയാണ്. ദ്രുതകർമ്മസേനകൾ പോലും ഇന്ന് മാസങ്ങളോളം ഇന്ധന ചെലവ് പോലും കൊടുക്കാൻ പറ്റാത്ത നിലയിൽ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആൾക്ഷാമം അതുപോലെ തന്നെ വലിയ പ്രതിസന്ധിയാവുന്നുണ്ട്. തീർച്ചയായിട്ടും ആൾക്ഷാമമുണ്ട്. ദ്രുതകർമ്മസേനകൾ RRTകളെ രൂപീകരിക്കുമ്പോഴത്തേക്ക് അതിൽ ഒരു 3 സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരുടെയും ഒരു ഡെപ്യൂട്ടി റേഞ്ചറുടെയും നേതൃത്വത്തിൽ വേണം രൂപീകരിക്കാനെന്നാണ്.